അത്യാവശ്യം നെഞ്ചത്തും കാലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ശരി, പിന്നെ അതിലേക്ക് പിന്നെ ഒരു 8 ദിവസത്തോളം മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിന് ഞാൻ ഏകദേശം ഒരു 30 മീറ്ററോളം ഞാൻ അങ്ങോട്ട് നീന്തി പോയിട്ടുണ്ട്. എന്നെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്ക് വെള്ളത്തിന്റെ ഇത് കുറഞ്ഞിട്ടുണ്ട്, തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് ഫുള്ളായിട്ട് ചെടിയിലുള്ളതാണ്. ഒരു മരത്തിന്റെ മുകളിൽ ഒരു മണം പോലെ കിടക്കുന്നുണ്ട്. ആ മരത്തിന്റെ ഇതിൽ പിടിച്ചു നിന്ന്, കാരണം മെമ്മറി ഔട്ടാണ്. നിങ്ങളുടെ മെമ്മറി മൊത്തം പോയി കിടക്കാൻ കുറച്ച് ദിവസം കഴിയാതെ എന്തായാലും അതാവില്ല. കാരണം ഒന്ന് വൈഫ് 2 പൊട്ടിയിട്ട് അവിടെ വീട്ടിൽ കിടപ്പിലാണ്. സൗണ്ട് നല്ല കേട്ടോ നിങ്ങൾ? ഒരു ട്രെയിൻ എങ്ങനെ നമ്മൾ മുന്നിൽ കൂടെ പോകും, അത്ര അടുത്തുനിന്ന് ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കിയ ശബ്ദം, ആ ശബ്ദമാണ് നിലക്കാതെ. അതൊരു 5 മിനിറ്റാണ് ആ ശബ്ദം. 5 മിനിറ്റ് കണ്ടിന്യൂ ചെയ്തു. 5 മിനിറ്റ് കണ്ടിന്യൂ ആയിട്ടുള്ള ആ ശബ്ദം. അപ്പൊ ഈ മണ്ണുകളൊക്കെ ഉരുണ്ട് വരുന്ന ചായച്ചെടികളൊക്കെ പിടിക്കുമ്പോൾ ചായച്ചെടിയൊക്കെ ഇങ്ങനെ പിറക്കും. നിങ്ങളുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർ പോയോ? എന്റെ സുഹൃത്തുക്കൾ ഒരുപാട്. ഫിറോസ് ഉണ്ടോ? ഫിറോസ് പോയി. ഈ പുഴയിൽ നിന്ന് ഏകദേശം 60 മീറ്റർ അപ്പുറം നിൽക്കുമ്പോൾ പോലും അവിടെ നിൽക്കുന്ന ചായച്ചെടികൾ, ഏറ്റവും കൂടുതൽ വേരുള്ള സാധനമാണ് ചായച്ചെടി. ചായന്റെ ജയിലല്ലേ, അതുപോലും കുലുക്കാണ് ഉണ്ടാവും. കാരണം ഞാൻ കിടക്കുന്ന ഭാഗത്താണ് ആ വെട്ടുകല്ലും ഇതെല്ലാം വീട്ടുണ്ട്. ഒരു വെട്ടുകല്ല് മനുഷ്യന്റെ ശരീരത്തിന് മുഖത്തെവിടെയും വീണ് കഴിഞ്ഞാൽ എന്റെ മൈൻഡ് ഔട്ടാണ് എന്നാണ് ഞാൻ ഷൂട്ടിന് വന്നപ്പോൾ പറഞ്ഞത്. എന്റെ മൈൻഡ് ഔട്ടാണ്. തീർച്ചയായും ഈ സന്നദ്ധ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ, നിങ്ങൾ ചെയ്ത ഇതുവരെ വെള്ളം, ഭക്ഷണം എല്ലാം നിങ്ങൾ എത്തിച്ചതിനപ്പുറത്തേക്ക് ഇപ്പൊ ഉസ്മാനിക്ക പറഞ്ഞ ഒരു സാധനമുണ്ട്, ഞാൻ മൈൻഡ് ഔട്ടാണ് എന്ന് പറയുന്ന സാധനം. അത് നമുക്ക് എപ്പോഴും അതിന്റെ ആ ഒരു ആഘാതം വലിയ രീതിയിലേക്ക് ശരിക്കും ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും, പല കുടുംബത്തെയും ബാധിച്ചിട്ടുണ്ടാവും. ഇല്ല അല്ലേ? നമസ്കാരം. വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ, ചൂരൽമലയിൽ നടന്ന ദുരന്തത്തിൽ നിന്ന് ഒരു ഫോൺ കോളിന്റെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട ഒരാളുടെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഉസ്മാൻ ബാപ്പു അല്ലേ? നിങ്ങൾ അവിടുത്തെ പള്ളിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. പള്ളി ജോയിന്റ് സെക്രട്ടറിയാണ്. എന്താണ് ശരിക്കും അന്ന് അവിടെ നടന്നതെന്ന് പറഞ്ഞാല്, നമുക്ക് ഞായറാഴ്ച രാത്രി തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ട് ചൂരൽമലയിൽ നിന്ന്. ഒരു സുഹൃത്ത് വിളിച്ചിട്ട്, പ്രവീൺ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ തറവാടിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ അയൽവാസികളെല്ലാം കൂടി അന്ന് രാത്രിക്കെല്ലാം നമ്മൾ വീട്ടിൽ വന്നിരുന്നു. രാവിലെ 6 മണി വരെ നമ്മുടെ വീട്ടിലിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു 6:30 മണിയാകുമ്പോൾ ചൂരല ടൗണിൽ ഇറങ്ങി. അപ്പൊ നോക്കുമ്പോൾ പുഴയിൽ നല്ല വെള്ളമാണ്. ഞങ്ങൾ മുണ്ടക്കായി പോയി. പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുട്ടം വന്നിരുന്നു. അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അത് കഴിഞ്ഞ് തഹസിൽദാർ വന്നു. നമുക്കൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. തഹസിൽദാർ എപ്പോഴാണ് വന്നത്? തഹസിൽദാർ വന്നത് ഏകദേശം ഒരു 10-11 മണി. അന്ന് തന്നെ തിങ്കളാഴ്ച രാവിലെ. തിങ്കളാഴ്ച രാത്രി തുറക്കുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അവര് പോയി. അവര് പിന്നെ പല സ്ഥലങ്ങളിലും ചുണ്ടയിലോ വൈത്തിരി ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം, പിന്നെ കളക്ടർക്ക് അവർ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് വീട്ടിലേക്ക് വന്നു. രാത്രി ഒരു 1:50 എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. രാത്രി 1:50 എനിക്കൊരു ഫോൺ കോൾ. എന്ത് ഫോൺ കോളാ വരുന്നത്? മുണ്ടക്കയില് പിന്നെ അതേമാതിരി ചെറിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. പുഴയിൽ നല്ല വെള്ളമുണ്ട്, ചെളിയുണ്ട്, ചെളിന്റെ സ്മെല്ലുണ്ട്, ഞങ്ങൾക്ക് പോകാൻ വണ്ടി വേണമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അങ്ങനെ ഇപ്പൊ മരണപ്പെട്ടു പോയി ഫിറോസിനെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി എന്നെ വിളിക്കുന്നത്. കുട്ടിയുടെ പേര് എനിക്ക് ഇപ്പൊ ഓർമ്മല്ല. ഈ ഫോൺ കോൾ ചെയ്തിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ അടി കൊടുക്കുന്നത്. പറഞ്ഞാല് സ്കൂൾ റോട്ടില് വലത് സൈഡിലെ ഫസ്റ്റ് വീടാണ്. അവിടുന്ന് പൊട്ടിയ തുടക്കത്തിന്റെ അവിടെ നിന്ന് കേട്ട് ഫസ്റ്റ് വീടാണ് എന്റെ വീട്. എന്റെ വീടിന്റെ മുമ്പിൽ ഒരു റിട്ടേൺ വാൾവ് ഉണ്ടായിരുന്നു. റിട്ടേൺ വാൾവ് ഫ്രണ്ടിൽ ഒരു മരവും കുടുങ്ങിയതിന്റെ ഇതിലാണ് എനിക്ക് അത്ര തന്നെ പരിക്കുകളും ഇല്ലാതെ. അത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നെഞ്ചത്തും കാലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പിന്നെ ഒരു 8 ദിവസത്തോളം മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 30 മീറ്ററോളം ഞാൻ അങ്ങോട്ട് നീന്തി പോയിട്ടുണ്ട്. എന്നെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്ക് വെള്ളത്തിന്റെ ഇത് കുറഞ്ഞിട്ടുണ്ട്, തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് ഫുള്ളായിട്ട് ചെടിയിലുള്ളതാണ്. ഒരു മരത്തിന്റെ മുകളിൽ ഒരു മണം പോലെ കിടക്കുന്നുണ്ട്. ആ മരത്തിന്റെ ഇതിൽ പിടിച്ചു നിന്നു. അങ്ങനെ ഞാൻ നമ്മളെ സുഹൃത്ത്, പിന്നെ ഏതാ സ്ഥലം ഒന്നും ഓർമ്മയില്ല. ആ സമയത്ത് ആകെ അവശനാണ്, എന്താണ് ഒന്നുമില്ല. ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചത്തിന്റെ പോലുള്ള ഒരു വെളിച്ചം കണ്ടപ്പോൾ ഞാൻ കയറി പോകുന്നത്. നിങ്ങൾ ഫോൺ കോൾ വന്നിട്ടാണോ പുറത്തു വരുന്നത്? ഫോൺ കോൾ വന്നിട്ടാണ് ഞാൻ പുറത്തു പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വീട്ടിൽ കിടക്കായിരിക്കും. വീട്ടിലെല്ലാരും അപ്പൊ ഉറക്കത്തിലായിരുന്നു. വീട്ടില് ഉമ്മ, വല്യമ്മ എല്ലാരും രക്ഷപ്പെട്ടു. എല്ലാരും വീട് പോയോ? വീട് പോയി രക്ഷപ്പെട്ടു. എങ്ങനെയാ പുറത്ത് എല്ലാരും വന്നോ? ഇല്ല, ഒരു വീടിനകത്ത് തന്നെ കുടുങ്ങി. ഞാൻ അതിനുശേഷം മേലെ കയറിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു വേദനക്കുള്ള ഒരു ഗുളിയും കഴിച്ച് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്താണ് 3ാമത്തെ പൊട്ട് വരുന്നത്. അത് ശരി. അതാണ് പ്രശ്നമാക്കിയത്. 3ാമത്തെ പൊട്ട് കഴിഞ്ഞപ്പോ അവരോട് പറഞ്ഞു, അവരോട് പറയുന്നുണ്ട്, ഉമ്മയും വല്യമ്മയും എല്ലാവരും അവിടെ ഉണ്ട്, പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും അതിനകത്താണ് ഉള്ളത്.
നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ ഈ ഇടത്ത് എന്തും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറച്ച് വെളുക്ക ഇതാവട്ടെ. അപ്പോഴേക്ക് മൂന്നാമത്തെ പൊട്ട് വന്നപ്പോൾ അതിശബ്ദമായ പൊട്ടാണ്. ഭൂമി ഇങ്ങനെ കുലുക്കാണ്. സൗണ്ട് നല്ല കേട്ടോ നിങ്ങൾ? എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ എങ്ങനെ നമ്മൾ മുന്നിൽ കൂടെ പോകും, ഇത്ര അടുത്തുനിന്ന് ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ എന്തായിക്കായിരുന്നു ഒരു ശബ്ദം. ആ ശബ്ദമാണ് നിലക്കാതെ. അതൊരു 5 മിനിറ്റാണ് ആ ശബ്ദം. 5 മിനിറ്റ് കണ്ടിന്യൂ ചെയ്തു. 5 മിനിറ്റ് കണ്ടിന്യൂ ആയിട്ടുള്ള ആ ശബ്ദം. അപ്പൊ ഈ മണ്ണുകളൊക്കെ ഉരുണ്ട് വരുന്ന ചായച്ചെടികളൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ചായച്ചെടിയൊക്കെ ഇങ്ങനെ വിറക്കും. ചായച്ചെടിയൊക്കെ വിറക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടേക്ക് നമ്മൾ നിൽക്കുന്നത് സേഫ് അല്ല. കാരണം നമ്മളപ്പോ കുറെ ആളുകൾ, കുറെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ പൊട്ടി കഴിച്ചിട്ട് പോയപ്പോ അതിന്റെ ഷാജഹാന്റെ ഭാര്യ ഒരു അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പൊ അവള് വിംസ ഐസുല എന്നാ പറഞ്ഞത്. അവർക്ക് അവസ്ഥ എന്താ? അവരൊക്കെ അവസ്ഥ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർ പോയോ? എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പോയി. അവിടെ ഭാഗത്തുള്ള തന്നെ വിജീഷ് കുടുംബമാണ്. അതേപോലെ ഷാജഹാൻ അവന്റെ കുടുംബം. ഫിറോസ് ഉണ്ടോ? ഫിറോസ് പോയി. ഫിറോസ് മുണ്ടക്കയുള്ളതാണ്. പോയി. ഫിറോസിനെ വിളിച്ചാണ് നിങ്ങൾ ആദ്യം കണക്ട് ചെയ്യുന്നത് അല്ലേ? ഫിറോസിനെ ഒന്ന് വിളിക്കാവോ, ഞാനും കൂടി ഒന്ന് വിളിക്കാതെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഫോണിന്റെ ലോക്ക് എത്രയേറെ ആളുകൾ പെട്ടുണ്ടാവും ശരിക്കും അത് അടിഭാഗത്ത്? ഇപ്പൊ കിട്ടിയ കണക്കുകൾ മതിയോ ശരിക്കും? സ്കൂൾ റോഡിൽ മാത്രം ഇപ്പൊ ഞാൻ ഇതില് ഗ്രൂപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ഫോൺ ഇപ്പൊ മിനിഞ്ഞാന്നാണ് റെഡി ആയി കിട്ടിയത്. വാട്സപ്പിൽ ഇതിൽ നോക്കുമ്പോൾ ഞാൻ ശരിക്കും നോക്കുമ്പോൾ 120 ആളുകളോളം അവിടെ നിന്ന് മാത്രമുണ്ട്. സ്കൂൾ റോഡ് മാത്രം എനിക്ക് ഒരു ഇതിൽ കിട്ടിയത് കറക്റ്റ് അല്ല, കാരണം മെമ്മറി ഔട്ടാണ്. നിങ്ങളുടെ മെമ്മറി മൊത്തം പോയി കിടക്കാണ്. കുറച്ച് ദിവസം കഴിയാതെ എന്തായാലും അതാവില്ല. കാരണം ഒന്ന് വൈഫ് 2 പൊട്ട് പൊട്ടിയിട്ട് അവിടെ വീട്ടിൽ കിടപ്പിലാണ്. ഒരു 6 മാസത്തെ റെസ്റ്റ് ആണ് പറയുന്നത്. ഷോൾഡറിന് ഒരു പൊട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടാണോ? അപകടത്തിൽപ്പെട്ടതാണ്. എന്റെ ഇപ്പൊ ഫോൺ ചെയ്യുമ്പോ പിന്നെ പുറത്ത് വന്നതാണ്. ഞാൻ എന്റെ ഇവിടെ നിന്നിട്ടാണ് പറയുന്നത്. അതിൽ ഒരു ഡോറിന് അങ്ങോട്ടാണ്ട് പോയി, ഞാൻ പുറത്തേക്കും പോയി. വല്ലാത്തൊരു അവസ്ഥയാ ശരിക്കും. ഭീകരമായ അവസ്ഥ. ഈ പുഴയിൽ നിന്ന് ഏകദേശം 60 മീറ്റർ അപ്പുറം നിൽക്കുമ്പോൾ പോലും അവിടെ നിൽക്കുന്ന ചായച്ചെടികൾ, ഏറ്റവും കൂടുതൽ വേരുള്ള സാധനമാണ് ചായച്ചെടി, തേയിലല്ലേ, അതുപോലും കുലുക്കാണ്. എന്നിട്ടാണ് ഞാൻ നീലിക്കാപ്പിലേക്ക് ഇറങ്ങുന്നത്. നീലിക്കാപ്പിൽ ഇറങ്ങിയ സമയത്ത് എന്റെ സുഹൃത്ത് KSRTC പോകുന്ന ബായിദ് ഉണ്ടായിരുന്നു. ബായിദിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ബായിദ് പറഞ്ഞാൽ ഇപ്പോഴെന്തായാലും നടക്കൂല വാപ്പുക, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ പെങ്ങളെ വീട്ടിലേക്ക് പോവാം. ഞങ്ങളുടെ പെങ്ങളെ വീട്ടിലേക്ക് പോയി ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ മോനെ അട്ടമല ദർസിലാണ് പഠിക്കുന്നത്. കുറച്ച് കുട്ടികൾ അട്ടമല ദർസിൽ കുടിയത് പോയിട്ടുണ്ടായിരുന്നു. അവരെ മോനെ വിളിച്ച് വൈദ്യന്റെ ഫോണിൽ നിന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് അളിയന്മാരെല്ലാം വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതിനെ തിരിച്ചു വിളിച്ചിരുന്നു. നമ്മുടെ മുകളിലുള്ള ഷഫീഖ്, പ്രമേഷ്, മുജീബ്, പിന്നെ ആരെല്ലാം കാണാൻ പറ്റുമോ നിങ്ങൾക്ക് എല്ലാവരും? അവരെല്ലാവരും എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടു എന്നല്ലാതെ എനിക്ക് ആരും നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ മിഞ്ഞാന്നൊന്നും എവിടെ ടൗണിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വലിയ ശബ്ദത്തോടെ ആയിരുന്നു നിങ്ങൾ പറയുന്ന പോലെ. വലിയ ശബ്ദത്തോടെ ആയിരുന്നു ശരിക്കും. ശബ്ദമാണത്. നമ്മൾ ബോംബ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. അതെ, ഒരു ബോംബാണെന്നുണ്ടെങ്കിലും അതിനൊരു ടൈം ഉണ്ടല്ലോ, പൊട്ടിയിട്ട് തീരുമ്പോ. അതൊക്കെ മണിക്കൂർ ഒരു 5 മിനിറ്റിനുള്ളിൽ എല്ലാ പരിപാടിയും തീരും. ഇത് അതിന്റെ ഇപ്പോഴും ചെവിക്കകത്ത് പോകുന്നില്ല. അത്രയേറെ പേടിച്ചു നിങ്ങളല്ലേ? നിങ്ങൾ പേടിച്ചോ? ശരിക്കും പേടിച്ചിട്ടുണ്ട്. ശരിക്കും പേടിച്ചു. വൈകുന്നേരങ്ങളാകുമ്പോ അതിന്റെ ഒരു അതിന്റെ പ്രശ്നം തന്നെയാണ് ഈ ഒറ്റപ്പെടല്. ഒരു വണ്ടി പോകുമ്പോ പോലും നമുക്കത് പേടിയായി. ഇപ്പൊ കുറച്ച് കഴിഞ്ഞ എല്ലാ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോഴേ ക്ലിയർ ആയിക്കോളൂ. കാരണം ഞങ്ങളെല്ലാവരും പലരും പല വാഴ്ത്തുമാണ്. വീടിനകത്താണെങ്കിൽ 85 വയസ്സായ വല്യമ്മ, ഉമ്മ, പെങ്ങള്, 2 മക്കളും ഭാര്യ, ഞാൻ 7 ആളുകളുണ്ടായിരുന്നു. അത്ഭുതകരമായിട്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. കാരണം വീടിന്റെ സ്ഥിതികൾ പോയതൊക്കെ കാണാം. അത്രയേറെ രക്ഷപ്പെട്ടു എന്ന് പറയാം. മറ്റുള്ളവർക്ക് നമുക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടു എങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലെ? അത്രയേറെ പേടിയായി പോയില്ലേ ശരിക്കും? താങ്കളുടെ കാഴ്ചപ്പാടിൽ ഏകദേശം ഞാൻ മുൻപ് വീണ്ടും ചോദിക്കുകയാണ്. താങ്കൾ കുറച്ച് മൈൻഡ് ഔട്ടാന്ന് നിങ്ങൾ തന്നെ പറയുന്നതിന്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവും. ഇപ്പോ സർക്കാർ പുറത്തുവിട്ട കണക്കിനും കൂടുതലുണ്ടാവൂലേ? അത് മുണ്ടക്കയിൽ ഇപ്പൊ എത്രയാണ് സംഭവിച്ചിരിക്കണേ എന്നുള്ളത് അറിയില്ല. ആരൊക്കെയാണ് മിസ്സിംഗ്. അപ്പൊ ഞാനും മിസ്സിംഗ് ആണെന്നുള്ളതാണ് പല ഗ്രൂപ്പുകളോടെയും പോയിരുന്നത്. കാരണം വീട്ടുകാരെ കിട്ടി, എന്നെ കിട്ടിയിട്ടില്ല. കാരണം ഞാനതിന് പുറത്ത് പോയതിനു ശേഷമാണ് നമ്മുടെ മുകളിലുള്ള സുഹൃത്തുക്കൾ വന്നിട്ട് ഭാര്യനെയും കുട്ടികളെയും ഇതാക്കുന്നത്. അങ്ങനെ ഞാൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പല ഗ്രൂപ്പുകളിലും ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പല ആളുകളും നേരിട്ട് വന്ന് കണ്ടു, പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് കണ്ടിരുന്നു. അതിനുശേഷമാണ് നമ്മളിത് ക്ലിയർ ആയത്. അങ്ങനെ എത്ര ആളുകൾ ഉണ്ടാവും ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ. ചുവല്ലുമലയിൽ സംഭവിച്ച മാതിരി എത്ര ആളുകൾ ഇതിന് മുൻകൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. കാരണം പല ആളുകൾക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കുറച്ച് റേഞ്ച് കുറവാണ്. അപ്പൊ അതിന്റെ മുന്നേ പല ആളുകളും വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒറ്റ ഫോൺ കോൾ വന്നാണ് നിങ്ങളെ ശരിക്കും ചെറുതായിട്ടെങ്കിലും രക്ഷപ്പെടുത്താനുള്ള വലിയ രീതിയിലേക്ക് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളും പ്രശ്നം അതിനുള്ളിൽ പെട്ടിട്ടുണ്ടാവില്ല? പെട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ കിടക്കുന്ന ഭാഗത്താണ് ആ വെട്ടുകല്ല് ഇതെല്ലാം വീണിട്ടുണ്ട്. ഒരു വെട്ടുകല്ല് മനുഷ്യന്റെ ശരീരത്തിന് മുഖത്തെവിടെയും വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ കിടന്ന സ്ഥലത്താണ് വെട്ടുകല്ല് വീണത്? വെട്ടുകല്ല് വീണത്. തീർച്ചയായും ഈ ബാപ്പുക്ക പറയുന്നത്
എന്റെ മൈൻഡ് ഔട്ടാണ് എന്നാണ് ഞാൻ ഷൂട്ടിന് വന്നപ്പോൾ പറഞ്ഞത്. എന്റെ മൈൻഡ് ഔട്ടാണ്. തീർച്ചയായും ഈ സന്നദ്ധ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത ഇതുവരെ വെള്ളം, ഭക്ഷണം എല്ലാം നിങ്ങൾ എത്തിച്ചതിനപ്പുറത്തേക്ക് ഇപ്പൊ ഉസ്മാനിക്ക പറഞ്ഞ ഒരു സാധനമുണ്ട്, ഞാൻ മൈൻഡ് ഔട്ടാണ് എന്ന് പറയുന്ന സാധനം. അത് നമുക്ക് എപ്പോഴും അതിന്റെ ആ ഒരു ആഘാതം വലിയ രീതിയിലേക്ക് ശരിക്കും ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും, പല കുടുംബത്തെയും ബാധിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇത്തരം രീതിയിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള രീതിയിലേക്ക് ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. പല ആളുകളും, എല്ലാ സംഘടനകളും നല്ല രീതിയിലേക്ക് പ്രവർത്തിച്ച് ഇവരെ തിരിച്ചു കരകയറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇവർക്ക് ഇനിയുള്ള സംഭവം ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ഇവരെ കൊണ്ടുവരണം തിരിച്ച്. ഒരു വണ്ടി വരുമ്പോൾ പോലും പേടിയാന്നാ പറയുന്നത് അല്ലേ? വണ്ടി വരുമ്പോൾ ലോറിയൊക്കെ വരുമ്പോൾ പേടിയാവണം, അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഫോണടി എല്ലാ ഏത് ശബ്ദങ്ങളാണെങ്കിലും പേടിയാണ്. അപ്പോ ഇത്തരം രീതിയിലേക്ക് തിരിച്ച് ഇവരെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് തന്നെ ഇദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്ന് തന്നെ ശരിക്കും പറയുമ്പോൾ ജനങ്ങൾ ശരിക്കും, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ ശരിക്കും അത് ഏറ്റെടുക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത പ്രവർത്തികളൊക്കെ നല്ലതാണ്, അത് മോശം എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇനിയുള്ള സംഭവങ്ങൾ, ഇവർക്ക് ഭക്ഷണമോ വെള്ളമോ വസ്ത്രമോ ഒന്നുമല്ല ഇനി വേണ്ടത് ഇവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് അല്ലെ? ഭക്ഷണ കിറ്റ് സന്നദ്ധ സംഘടനകളാണെന്നുണ്ടെങ്കിലും ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പാർട്ടിന്റെ ജില്ലാ സെക്രട്ടറി ഇപ്പൊ വന്നു പോയിട്ടുള്ളൂ, CPM ജില്ലാ സെക്രട്ടറി കാര്യമായിട്ടാണെന്നുണ്ടെങ്കിലും, ഏരിയ സെക്രട്ടറി ഹാരിസ് കെ ആണെങ്കിലും, അബ്ദുറഹിമാനിക്ക, അതേപോലെ ഒരുപാട് ആളുകളോട് വന്നു പോകുന്നുണ്ട്. ലോക്കൽ LC സെക്രട്ടറി ബൈജേട്ടനാണെന്നുണ്ടെങ്കിലും, അതേപോലെ കോൺഗ്രസിന്റെ UDF എല്ലാ നേതാക്കന്മാരും വന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ 1.5 ഏക്കർ സ്ഥലം, ഒരു വീടാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ എന്തായാലും അത് തിരിച്ചു കിട്ടില്ല. അപ്പൊ നമുക്ക് കൂടുതലൊന്നും ഇല്ലെങ്കിലും ഒരു 10 സെന്റില് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു വീട്. ഇതിപ്പോ നിലവിലിപ്പോ പുത്തുമലത്തെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കാരണം കോൺട്രാക്ടർമാര് ഒരുപാട് സ്വീപ്പാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള ആളുകൾ. തീർച്ചയായും അതേപോലെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. തീർച്ചയായും. അപ്പോ ഇവരോട് പറയാനുള്ള സംഭവം, ഇവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കൈ പിടിച്ച് കയറ്റുക എന്നതാണ് നിങ്ങളുടെ അടുത്ത ദൗത്യം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.